ഫൈസൽ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകായി. ഫൈസൽ, ഈ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്താണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ ഇപ്പോൾ? ഏതായാലും അത്തരത്തിലുള്ള കാര്യത്തിലൊന്നും വ്യക്തത എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് പാലക്കാട് ഉൾപ്പെടെ എത്തിക്കണം. അതുപോലെ അടൂരിലെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അടൂരിലെ വീട്ടിൽ എത്തിച്ച് തെളിവെടുക്കുമോ എന്നുള്ളൊരു കാര്യം കൂടി പരിഗണനയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടേക്കൊക്കെ കൊണ്ടുപോകും. അന്വേഷണ സംഘത്തിന്റെ നീക്കം അത് തന്നെയായിരിക്കും. കാരണം പരമാവധി തെളിവുകൾ ശേഖരിക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരമാവധി തെളിവുകൾ ശേഖരിച്ച് അദ്ദേഹത്തെ പൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ അന്വേഷണ സംഘം പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ്. അതായത് അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ടാണ് എല്ലാവരെയും നേരിടുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ തന്നെ വളരെ ചിരിച്ച് ഒരു അത്തരത്തിലൊരു പ്രശ്നവുമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴുണ്ടായത്. മാധ്യമപ്രവർത്തകർ പ്രതികരണം ചോദിച്ചു. അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല, ഒന്നും പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് എന്നാണ് തോന്നുന്നത് എന്നാണ് അറിയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനോട് കൊടുക്കാൻ ശ്രമിക്കുകയാണോ, പ്രദർശന വസ്തുവാക്കുവാണോ എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. എന്നാൽ രാഹുൽ ഒന്നിനും പ്രതികരിച്ചില്ല. അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട്, സൗമ്യമായി നടന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി, ആ പോലീസിൻ്റെ വണ്ടിയിൽ കയറി പോവുകയും ചെയ്തു. ഏതായാലും ഈ ഒരു ക്ലബ് 7 ഹോട്ടലിലെത്തി നടന്നു. ക്ലബ് 7 ഹോട്ടലിലെ രണ്ടാമത്തെ നിലയിലായിരുന്നു ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു ക്ലബ് 7 ഹോട്ടലിലായിരുന്നു ഇത്തരത്തിൽ ഈ തെളിവെടുപ്പ് നടന്നത്. നമുക്ക് ആ ഒരു ഇതാണ് ഈ ക്ലബ് 7 ഹോട്ടൽ. നമുക്കറിയാം ഇതിൻ്റെ ഈ സെക്കൻഡ് ഫ്ലോറിലാണ് ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെളിവെടുപ്പ് നടന്നത്. ഈ ഭാഗത്തുള്ള ഒരു റൂമിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ആ ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ ആ ഒരു റൂമിൽ വെച്ചാണ് ഈ ഒരു ഭാഗത്തേക്കാണ് SIT സംഘം തെളിവെടുപ്പിനായി ആ ഒരു ഭാഗത്തേക്കാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ഒരു റൂമിലാണ് ഇത്തരത്തിൽ ഈ പരാതിയിൽ പറയുന്നത് പോലെയുള്ള പീഡനം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും SIT സംഘം ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം മടങ്ങിയിട്ടുണ്ട്. വെറും അരമണിക്കൂർ മാത്രമാണ് തെളിവെടുക്കാൻ എത്തിയത്. അതായത് ഇവിടെ വരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നു, വളരെ സുരക്ഷാ സംവിധാനത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നു. 5:45 പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നും വാഹനം പുറപ്പെടുന്നു. തെളിവെടുപ്പിനായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് വാഹനം പുറപ്പെടുന്നു. 6:30 ഈ ഒരു ക്ലബ് 7 ഹോട്ടലിന് മുന്നിലേക്ക് എത്തുന്നു. പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കടക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ വരെ മാത്രമായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് മാത്രമുള്ള ഒരു പ്രവേശനം എന്ന് പറയുന്നത്. ബാക്കി ഇവിടുന്ന് പോലീസ് നേരെ പോകുന്നു, ലിഫ്റ്റ് കയറുന്നു, ആ ഒരു ഫ്ലോറിലേക്ക് എത്തുന്നു. അവിടുന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി അരമണിക്കൂറിനുള്ളിൽ തന്നെ മടങ്ങുന്നു. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ എടുത്തില്ല, അതിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങുകയാണ്. ഈ ലിഫ്റ്റ് കയറി നേരെ പോലീസ് സംഘം മുകളിലേക്ക് എത്തുന്നു, സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തുന്നു. അവിടെ നിന്നാണ് തെളിവെടുപ്പ് ആ റൂമിൽ വെച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം തിരിച്ചിറങ്ങി അരമണിക്കൂർ എടുത്തില്ല എന്നതാണ് അരമണിക്കൂർ എടുത്തില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വേഗത്തിൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ച്, കാരണം പോലീസിൻ്റെ സമയം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് പോലീസിൻ്റെ പക്കലുള്ള സമയം എന്ന് പറയുന്നത് വെറും 3 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് രാഹുലിന് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക, പരമാവധി വേഗത്തിൽ തെളിവുകൾ ശേഖരിക്കുക. രാഹുലിനെതിരെയുള്ള തെളിവുകളൊക്കെ തന്നെ പരമാവധി വേഗത്തിൽ ശേഖരിച്ച് അദ്ദേഹത്തിന് ഒരു കോടതിയെ സമർപ്പിക്കുക, അല്ലെങ്കിൽ കോടതിയെ അറിയിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കമാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യങ്ങളോട് ചോദ്യം ചെയ്യുന്നതിനോട് സഹകരിക്കാത്തതും പോലീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ SIT സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ മറികടക്കാൻ വേണ്ടിയാണ് ഈ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വരുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ ക്ലബ് 7 ഹോട്ടലിലെ യുവതിയുടെ മൊഴിപ്രകാരമുള്ള ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടിയിരിക്കും.